നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തി കുറേ വീഴ്ചകളൊക്കെ പറ്റി. ഐ റൂയിൻ മൈ വെയിറ്റ് ലോസ് ചലഞ്ച്. യെസ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നു. ഇപ്പം ഞാൻ വീണ്ടും പഴയതുപോലെ ട്രാക്കിലോട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയണ്ടേ? എന്നാലേ നമുക്ക് അതിനുശേഷം നമ്മൾ റെമഡീസ് അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ എങ്ങനെയാണ് കൺട്രോളിലോട്ട് വന്ന് നോക്കാം. സോ നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ച് തുടങ്ങിയപ്പോൾ 10 ദിവസം കഴിഞ്ഞു. 5 ദിവസത്തെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തു. ബാക്കി 5 ദിവസത്തെ കാര്യമാണ് പറയുന്നത്. 6-7 ഞാൻ വീട്ടിലായിരുന്നേ. സോ 6ാമത്തെ ദിവസം നമ്മൾ നേരെ എന്ത് ചെയ്തു? തെങ്കാശി പോയി. എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ടും പിന്നെ ബൈക്ക് എടുത്തതും സെയിം മന്ത് ആയതുകൊണ്ടും അവൾക്ക് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടില്ല. സോ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് നേരെ അവളെ കൊണ്ട് തെങ്കാശി പോയി. അവിടെ പോയിട്ട് അവിടെ എല്ലാം ഒന്ന് കറങ്ങി. രാവിലെ പോയിട്ട് അവിടുത്തെ ലോക്കൽ കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു, വടകൾ. അതെല്ലാം മേടിച്ചിട്ട് കുട്ടനാളത്തുണ്ടായി കഴിക്കാമെന്ന് വിചാരിച്ചു. കുട്ടനാളം വാട്ടർഫാൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ കുരങ്ങന്മാരെ കണ്ട് പിന്നെ എന്തായാലും കഴിക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്ത് തിരിച്ച് നാട്ടിലോട്ട് വരാൻ പോയി. അപ്പം വർണ്ണ വഴിയാണ് ബോർഡർ കേരള തമിഴ്നാട് ബോർഡിന് തൊട്ടടുത്താണ് ഈ റഹ്മത്ത് ഹോട്ടലാണ്. തെങ്കാശി പോണ എല്ലാവരും അവിടെ നിന്ന് ഫുഡ് ട്രൈ ചെയ്യാറുണ്ട്. സോ APJ അബ്ദുൽ കലാം പണ്ട് പോയി കഴിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ അത്യാവശ്യം പോപ്പുലറാണ്. സോ അവിടെ പോയിട്ട് ബോർഡർ ചിക്കൻ, മട്ടൻ ബിരിയാണി, ഇത് രണ്ടും അവിടെ ഫേമസ്. പിന്നെ കലക്കി ഫേമസ് ആണ്. സോ എന്ത് ചെയ്തു? ഇത് മൂന്നും അതേപോലെ ഓർഡർ ചെയ്തു. കോയിൻ പൊറോട്ട, ബോർഡർ ചിക്കൻ കോമ്പിനേഷൻ കോയിൻ പൊറോട്ട, മട്ടൻ ബിരിയാണി, പിന്നെ കലക്കി സൈഡ് ഡിഷായിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫുഡായിരുന്നു. ഞാൻ മുമ്പേ ഓൾറെഡി കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വെച്ചിട്ട് നോക്കുമ്പോൾ ഇതെന്താ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട്. അന്ന് കഴിച്ചപ്പം അന്നത്തെ ഹൈപ്പിന് അത്ര ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കൂട്ടുകാരും കുറേ ഡിസ്കസ് ചെയ്ത. എന്തോന്നറിയ ഇത് ഹൈപ്പിനുള്ളതൊന്നും ഇല്ല. റീലിൽ സത്യം പറയാല്ല, റീലിൽ സംസാരിക്കണവന്മാരൊക്കെ അതിനെ നല്ല പൊക്കിയാ പറയണേ. നിങ്ങളിവിടെ കഴിക്കണ APJ അബ്ദുൽ കലാം കഴിച്ചാണ്, ഇതിന്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിക്കണം. ബട്ട് ദ ഫാക്ട് ഈസ് ആരെ കഴിച്ചാലും ഇറ്റ്സ് ഓക്കെ. അത്ര ഹൈപ്പിനുള്ളതൊന്നുമില്ല അങ്ങനെ എല്ലാവരും പറയും. അതിന് എനിക്ക് ഉറപ്പുണ്ട്. സോ അത് കഴിച്ച് അത്യാവശ്യം കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് കഴിച്ചതിനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അപ്പുറത്ത് ജിഗർതണ്ട കുടിക്കാൻ കയറി. ഫേമസ് മധുര ജിഗർതണ്ട. അവന്മാർ ഔട്ട്ലെറ്റ് ചെയ്യുന്ന തന്നെ അവിടെ നിന്ന് കുടിച്ചു. ഷുഗറയാണ്, കഴിക്കാനും പാടില്ല. ഓൾറെഡി പൊറോട്ടയെ കഴിച്ച്, അതുകൊണ്ട് അന്നത്തെ ദിവസം ട്രീറ്റ് അല്ലേ, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ജിഗർതണ്ടയും കുടിച്ചു. പിന്നെ സ്നാക്സുമായിട്ട് വീട്ടിൽ വന്നു. ആസ് യൂഷ്വൽ വീട്ടിലായതുകൊണ്ടും സ്നാക്സ് കഴിച്ചു. പിന്നെ വീട്ടിലെ ചോറ് ഞാൻ ഒരു തവി കഴിക്കുന്നിടത്ത് തവിയൊന്നും നോക്കിയില്ല, 2-3 തവി കഴിച്ചു. അതിനുള്ള കറിയൊക്കെ എടുത്ത് കഴിച്ചു. വീട്ടിലല്ലേ, ആ ദിവസം ഞാൻ കയറിയില്ല കേട്ടോ. വൈകിട്ട് ഞാൻ അതേപോലെ തന്നെ ചോറ് കഴിച്ചു. എനിക്കറിയാം തുടങ്ങിയിട്ട് ആറാമത്തെ ദിവസം ആകുന്നുള്ളൂ, അപ്പോഴത്തേക്കും അഡ്ജസ്റ്റ്മെന്റ് ആയി. സോ നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും ഞാൻ രാവിലെ സ്കിപ്പ് ചെയ്ത് ഫുഡ്. ഉച്ചത്തേക്ക് നോർമലി എൻ്റെ ഡെയിലി കാലറി എത്രയാണ് കഴിക്കേണ്ടത് അത് മാത്രമേ ഞാൻ കഴിച്ചു. ശരിക്കും നമ്മൾ കാലറി ഡെഫിസിറ്റ് എടുക്കേണ്ടതാണ്. 2000 കഴിക്കേണ്ടത് 1500 കഴിക്കേണ്ടത്. ബട്ട് നമ്മൾ എന്ത് ചെയ്തു? കാലറി ഡെഫിസിറ്റ് എടുക്കാതെ നോർമൽ നമ്മൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ കഴിക്കുന്നത് അതേപോലെ ഞാൻ കഴിച്ചു. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടാണ് ഞാൻ ഇത് ഒന്ന് വീണ്ടും ട്രാക്കിലോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചത്. പക്ഷെ രാവിലെ ഒന്നും കഴിച്ചില്ല. ഉച്ചയായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? നോർമലി കഴിക്കും പോലെ കുറച്ച് ചോറും ഇതൊക്കെ എടുത്തിട്ട് വീണ്ടും ഞാൻ മെനു ഡയറ്റിലൂടെ കൊണ്ടുവരികയാണേ. വൈകിട്ടായപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു? ഷവായ ഓർഡർ ചെയ്തു, ബ്രോസ്റ്റഡ് ഓർഡർ ചെയ്ത് കഴിച്ചു. അത് കഴിക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ കഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അടുത്ത ദിവസമായപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു? പ്ലാൻ ചെയ്തു ഫുൾ ഡേ ഫാസ്റ്റിംഗ് എടുക്കണം. കാരണം ഡയറ്റ് ഒരു ദിവസത്തെ പണി കിട്ടി. ഇത് പറയാനേ നാണക്കേടാണേ. പക്ഷേ ഞാൻ എന്ത് ചെയ്തു? അടുത്ത ദിവസമായി രാവിലെ ഫുഡ് സ്കിപ്പ് ചെയ്തു. ഫുള്ള് സ്കിപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ രാവിലെ ഫുഡ് സ്കിപ്പ് ചെയ്തു. ഉച്ചയായപ്പോഴത്തേക്ക് എന്ത് ചെയ്ത്? കയ്യിൽ നിന്ന് പോയി. പിന്നെ പക്ഷേ മെനു ഡയറ്റ് എന്താണോ ഡയറ്റിലുള്ള ക്വാണ്ടിറ്റി മാത്രമേ കഴിച്ചുള്ളൂ. കുറച്ച് ചോറ് അത് മാത്രമേ കഴിച്ചുള്ളൂ. കുറച്ച് ചോറ് അതിനുള്ള കറീസ് മാത്രമേ എടുത്ത് കഴിച്ചുള്ളൂ. വൈകിട്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്ത്? വീണ്ടും വൈകിട്ട് നമ്മൾ ടർഫിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? വൈകിട്ടപ്പോഴത്തേക്കും ബ്രോസ്റ്റഡ് കഴിച്ചു. കഴിക്കാൻ പാടില്ല, ബട്ട് ഞാൻ ബ്രോസ്റ്റഡ് കഴിച്ചു. 2 പീസ് ബ്രോസ്റ്റഡ് കഴിച്ചു. ഞാൻ ടർഫിൽ പോയിട്ട് നല്ലപോലെ ക്രിക്കറ്റ് കളിച്ചു. ദേഹമൊക്കെ ഞാൻ അത്രയ്ക്ക് ടയർഡായി. ആ ലെവലിൽ ക്രിക്കറ്റ് കളിച്ചു. ബട്ട് സ്റ്റിൽ വർക്കൗട്ടിങ് നല്ലതാണ് എന്നും പറഞ്ഞ് ഹെവി മീൽ കഴിക്കാൻ പാടില്ല. ഞാൻ കഴിച്ചു. 9th ഡേ ആണ് ഞാൻ വീണ്ടും കറക്റ്റ് ചെയ്ത് ട്രാക്കിലോട്ട് കൊണ്ടുവന്നത്. ഞാൻ രാവിലെ എണീറ്റു. ഇതിന് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടാണ്, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. 9th ഡേ ഞാൻ എന്ത് ചെയ്തു? രാവിലെ ആവശ്യത്തിനുള്ള കഴിച്ചു, ഉച്ചയ്ക്ക് ആവശ്യത്തിനുള്ള കഴിച്ചു. വൈകിട്ടായപ്പോഴത്തേക്കും അവിടുത്തെ ഫുഡ് കൊണ്ടുവന്നു. ചോറും കുറച്ച് പയർ തോരനും പിന്നെ രസമായിരുന്നു. അത് വളരെ കുറച്ച് മാത്രമേ കഴിച്ചോളൂ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? കിടന്നുറങ്ങി. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് ഗ്രീൻ ടീ ആഡ് ചെയ്ത് തുടങ്ങി. പോയിട്ട് വന്നതിന് ശേഷം ഞാൻ ഗ്രീൻ ടീ മേടിച്ചു. രാവിലെ വൈകിട്ട് ഗ്രീൻ ടീ കുടിക്കാൻ തുടങ്ങി. സോ എന്നിട്ട് ടുഡേ ഓൾസോ സെയിം. ഞാൻ ഒന്നും ചെയ്തില്ല.
രാവിലെ പോയി 2 ദോശയും കറിയും കഴിച്ചു. ഉച്ചയ്ക്ക് ആവശ്യത്തിനുള്ള ഒരു തവി ചോറും. ഇന്നെന്തായിരുന്നു? ചിക്കൻ റോസ്റ്റ് ആയിരുന്നു. 3 പീസ് ചിക്കൻ റോസ്റ്റ്, മൂന്നോ 2 വലിയ പീസ്, ഒരു ചെറിയ പീസ് ചിക്കൻ റോസ്റ്റ്. പിന്നെ അതിലുള്ള കറികളൊക്കെ അവിയൽ കുറച്ച് അത്യാവശ്യം എടുത്ത്, പിന്നെ കേടും കഴിച്ച്. നോർമൽ എന്താണോ കഴിക്കുന്നത് അത്. ഈവനിങ് ആയപ്പോഴത്തേക്ക് 2 അപ്പവും എഗ് റോസ്റ്റും. ഇന്നത്തെ മീൽ കഴിഞ്ഞു. ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഗ്രീൻ ടീയും കൂടെ കുടിക്കും. ഇതിനിടയ്ക്ക് നമ്മൾ ഡയറ്റിൽ നിന്നും കുറേ വ്യതിചലിച്ചു, ഒരുപാട് വീഴ്ചകൾ പറ്റി. ബട്ട് ഇപ്പം നമ്മൾ വെയിറ്റ് ലോസ് എടുക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ ഒരു ചലഞ്ച് എടുക്കുന്ന എല്ലാവർക്കും ഇതൊക്കെ മെയിനായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഒരു ചലഞ്ച് നമ്മൾ തുടങ്ങി ഡേ 1 തൊട്ട് ഡേ 90 അതുവരെ നമുക്ക് കറക്റ്റ് 100% കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്തായാലും എവിടെയെങ്കിലും ഒക്കെ വീഴ്ചകൾ വരും. പ്രോബബ്ലി ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് തുടക്കം ഒരു 90 ഡേയ്സ് ആണ് ചലഞ്ചസ് എങ്കിൽ ആദ്യത്തെ ഒരു 10, 20, 30 ദിവസങ്ങളിലായിരിക്കും ഈ വീഴ്ചകളൊക്കെ വരുന്നത്. അതിനുശേഷം നമ്മൾ ആ പ്രോഗ്രസ് കാണുമ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്തു, സ്റ്റേൺ ആയിട്ട് നിന്ന് 90 ഡേയ്സ് കറക്റ്റ് എന്താണോ അത് അച്ചീവ് ചെയ്തിരിക്കും. അങ്ങനെയാണ് എല്ലാവരും. അതുപോലെ തന്നെ എനിക്കും തുടക്കത്തിൽ കുറേ വീഴ്ചകൾ പറ്റി. അതാണ് ഇതൊക്കെ. ഈ 10 ദിവസത്തിനിടയ്ക്ക് 8 ദിവസം ആയപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി ഡൗൺ ആയി. വെയിറ്റ് ലോസ് ചലഞ്ച് തുടങ്ങിയിട്ട് 8 ദിവസം ആയേ ഉള്ളൂ. അതിനിടയ്ക്ക് തന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം ഷവായും ബ്രോസ്റ്ററൊക്കെ ഒരുമിച്ച് കഴിക്കുക, അത് കഴിച്ചിട്ട് അടുത്ത ദിവസം തന്നെ ഹോൾ ഡേ സ്കിപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട്, മീലേ സ്കിപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്, അന്നത്തെ ദിവസം വീണ്ടും കഴിച്ചു. കഴിക്കുന്ന കൂടാതെ വൈകിട്ട് പോയിട്ട് വീണ്ടും ബ്രോസ്റ്റർ കഴിച്ച്. അങ്ങനെ നമ്മൾ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അത് ചെയ്യുകയും അതിൻ്റെ കുറച്ച് കൂടുതൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും പോലെ തന്നെ ഞാനും ഡൗൺ ആയി. ഇതിനിടയ്ക്ക് ഓരോരുത്തരും വന്നിട്ട് പ്രോഗ്രസ് എന്തായി, കുറേ ദിവസമായല്ലോ, വല്ല നടക്കൂ, കളിയൊക്കെ ആക്കപ്പം നമ്മൾ തളരും. ബട്ട് തളർന്നാലും തിരിച്ചു പൊക്കിക്കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റും. അതാണ് ഞാൻ 9-ാമത്തെ 10-ാമത്തെ ദിവസം ചെയ്തത്. നമ്മൾ വീണ് കിടക്കുന്നിടത്തു നിന്ന് വീണ്ടും എണീക്കണ്ടേ. സോ 9-ാമത്തെ ദിവസമായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനി ഒരു തിരിച്ചു പോക്കില്ല. എന്തായാലും നടന്നു. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് റെഫറൻസ് ഒക്കെ എടുത്തേട്ടാ. നമ്മൾ ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണ് അതിൻ്റെ നെഗറ്റീവ്സ്. നമ്മൾ വിചാരിക്കും പോലെ എല്ലാ കാര്യങ്ങളും റിയാലിറ്റി ഡിഫറെൻറ്റ്. നമ്മൾ ഇപ്പം തിയററ്റിക്കലി പറയുമ്പം ഇങ്ങനെയൊക്കെ പോകുമെന്നൊക്കെ പറയാം. ബട്ട് അതിലോട്ട് അനുഭവിക്കുന്നവർക്ക് അത് കറക്റ്റ് മനസ്സിലാവും. സോ അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. മെയിനായിട്ടുള്ള കാര്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ, തലേദിവസം ഹാർഡായിട്ട് കഴിച്ചിട്ട് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ എന്ത് ചെയ്യും, ഫാസ്റ്റ് ചെയ്യുന്നു രാവിലെ, അല്ലെങ്കിൽ ഒരു ഹെവി മീല് സ്കിപ്പ് ചെയ്യുന്നു. ബട്ട് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ കൊണ്ട് അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം പട്ടിണിയായിരുന്നു കിടന്നത്. അടുത്ത ദിവസം രാവിലെ ഞാൻ സ്കിപ്പ് ചെയ്തു. എന്നിട്ട് അന്നത്തെ ദിവസം ഹോൾ ഡേ സ്കിപ്പ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്തു, രാവിലെ മാത്രമേ കഴിക്കാതിരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഉച്ചയായപ്പോഴത്തേക്കും എനിക്കത് പറ്റിയില്ല. ഉച്ചയ്ക്ക് കഴിച്ചു, വൈകിട്ട് വീണ്ടും കഴിച്ചു. വൈകിട്ട് കഴിച്ച് എന്താ, ഞാൻ ബ്രോസ്റ്റർ കഴിച്ചു. അപ്പം നമ്മൾ രാവിലെ കുറച്ചത് വൈകിട്ടായപ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഇമ്പാക്റ്റോട് കൂടി നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. കഴിക്കാൻ പാടില്ലാത്തതും കൂടെ കഴിച്ചു. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ സ്കിപ്പ് ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾ ട്രാക്കിൽ നിന്ന് പോയി ഡയറ്റ്, ഒരു ദോശ കഴിക്കേണ്ടത് നമ്മൾ 3 ദോശ കഴിച്ചു. ഇറ്റ്സ് ഓക്കെ ഫോർ ഫ്യൂ ടൈംസ്. എപ്പോഴും ചെയ്യപ്പോഴാണ് അത് പ്രശ്നമാണ്. ഒരിക്കലും കുഴപ്പമില്ല. രാവിലെ ഒരു 3 ദോശ കഴിക്കേണ്ടതൊന്നും കുഴപ്പമില്ല. ഉച്ചയ്ക്ക് അതൊന്നും പറഞ്ഞ് ചോറ് കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഉച്ചയ്ക്ക് നോർമലായിട്ട് എന്താണോ ഡയറ്റിൽ കഴിക്കേണ്ട അതും കഴിക്കുക. വൈകിട്ടും അതേപോലെ തന്നെ. അല്ല മീല് സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. ക്വാണ്ടിറ്റി ഇപ്പം ഇവിടെ കൂട്ടി എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് കുറയ്ക്കാൻ നിൽക്കില്ല. കുറയ്ക്കാം എപ്പോഴും. നമ്മളൊരു 90 ഡേയ്സ് ചലഞ്ചിൽ ഒരു 60 ദിവസം 50 ദിവസമൊക്കെ കഴിയപ്പോഴാണെങ്കിൽ നമുക്ക് ഒരു ഫ്ലോ കിട്ടും. നമുക്ക് കൺട്രോളിങ് കുറേ കൂടെ കൺട്രോൾ കിട്ടും. ആ ടൈമിലാണെങ്കിൽ പറ്റും. അല്ല എന്നെ കൊണ്ട് ഇപ്പം പറ്റുന്നില്ല. അപ്പം നിങ്ങളെങ്ങനെയാണ് നോക്കുന്നത്? നമ്മൾ ഞാനെന്ന് പറയുന്നത് ഹൈലി ഇന്നുകൊണ്ട് നിങ്ങളെ ക്ലാസ് എടുക്കുന്ന ആളല്ല. ഞാനും നിങ്ങളെ ഒരേ ലെവലല്ല. അപ്പം ഞാൻ ഫേസ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് പറയണമെന്നേ ഉള്ളൂ. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, അത്രേ ഉള്ളൂ. അല്ല ഞാൻ ക്ലാസ് എടുത്ത് നിങ്ങളെ ഈ ഹൈയിലേക്കിടെ ഞാൻ നിങ്ങളെ എൻ്റെ ഹൈയിലോട്ട് കൊണ്ടുവരികയല്ല. നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. ദാറ്റ്സ് ദ മെയിൻ പോയിന്റ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, മീൽ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. 2, വെള്ളം കുടിച്ചു. ഒരുപാട് വെള്ളം കുടിച്ചു. മീലിൽ നിന്ന് വെള്ളം കുടിക്കാൻ നല്ലതാണ്. വയറിന് അത്യാവശ്യം വീർത്തിരിക്കും. അപ്പോൾ നമുക്ക് അധികം ഇങ്ങനെ കഴിക്കാൻ തോന്നില്ല. എനിക്ക് ഫുഡ് ഇത്ര എടുത്താൽ അത് ഓക്കെ. ഇന്നത്തെ ദിവസം പായസം വരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഈ പായസം കൊണ്ട് എൻ്റെ ഫ്രണ്ട് കൊണ്ട് ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചു. ഞാൻ ഓൾറെഡി അവിടെ നിന്ന് പായസം എടുക്കാതെ വന്നിരുന്നു. അപ്പം ഒരാൾ ഒരു ഗ്ലാസ്സിലും ഫുൾ ഗ്ലാസ് പായസം കൊണ്ട് വെച്ചിട്ട്, എടാ ഇന്നൊരു ദിവസത്തേക്കില്ലേ കഴി എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു. ബട്ട് എന്നിട്ട് ഞാൻ കൺട്രോൾ ചെയ്തു. ഇപ്പം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടല്ല,
എനിക്ക് എല്ലാവരും കൂടെ പറയുമ്പം കഴിക്കാതിരിക്കാൻ ഒരു ഇതാ. എനിക്ക് എല്ലാവരും ഇങ്ങനെ നെഗറ്റീവ് ആക്കണ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരും കഴിക്കാൻ പറയും. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കൺട്രോൾ. ഞാൻ ഇന്നത്തെ ദിവസം അത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ഫസ്റ്റ് വീഡിയോ കിട്ടിയ സമയത്താണ് ഞാൻ പറഞ്ഞേനെ, ഇപ്പം നിങ്ങളൊന്ന് ഹെവി കഴിച്ചെങ്കിൽ അടുത്ത ദിവസം കഴിക്കാൻ പാടില്ല, പട്ടിണി കിടക്കുക, എന്നിട്ട് ഉച്ചയ്ക്ക് കഴിക്കുക, ഉച്ചത്തെ ക്വാണ്ടിറ്റി വേണേൽ കുറച്ച്, വൈകിട്ടും അതേപോലെ വേണേൽ കുറച്ച്, വേണമെങ്കിൽ ഇന്ന് ഹെവി ആയിട്ട് കഴിച്ചാൽ അടുത്ത ദിവസം കഴിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ഞാൻ പറയുമായിരുന്നു വീഡിയോയുടെ തുടക്ക സമയത്ത്. കാരണം തിയററ്റിക്കൽ നോളജ് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. ബട്ട് ഈ സമയത്ത് ഞാൻ അങ്ങ് പറയത്തില്ല. പ്രാക്ടിക്കലായ സമയത്ത് അത് ഒട്ടും പ്രാക്ടിക്കബിൾ അല്ല. സോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഡയറ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെ കൺട്രോൾ. പിന്നെ അടുത്ത കാര്യം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. നമ്മൾ 1 തൊട്ട് 90 വരെ എന്ന് പറഞ്ഞാൽ 90 വരെ എടുക്കണം. അതിൻ്റെ ഇടയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വന്നാലും നമ്മൾ തിരിച്ചത് കൺട്രോൾ ചെയ്ത് ട്രാക്കിൽ കൊണ്ടുവരണം. പക്ഷേ മൊത്തത്തിൽ എങ്ങനെ വിടാൻ പാടില്ല. പറ്റിപ്പോയി, ശരി, പറ്റിപ്പോയി, ബട്ട് എന്നും പറഞ്ഞ് അവിടെ വിട്ടിട്ട് ഇനി നാളെ തുടങ്ങാമെന്ന് പറഞ്ഞ് ബാക്കി വൈകിട്ടത്തേക്കുള്ളതും ഹെവി മീലാക്കി കഴിക്കാൻ പാടില്ല. രാവിലെ പറ്റിപ്പോയി, ഓക്കെ, ഉച്ചയ്ക്കും വൈകിട്ടും നോർമലായിട്ട് കഴിച്ചു, അടുത്ത ദിവസം ഡയറ്റ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. എന്തിനാ വെറുതെ ഇന്നത്തെ ദിവസവും സ്കിപ്പ് ചെയ്തിട്ട് നാളെ നാളെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് നാളെ, ഞാൻ ഈ ശരിക്കും 2 വർഷം കൊണ്ട് നാളെ നാളെ എന്ന് പറഞ്ഞാണ് ഇവിടം വരെ എത്തിയത്. പക്ഷെ ഇനി എനിക്ക് നാളെ ഇല്ല. ഞാൻ ഇത് 90 ഡേയ്സ് എങ്ങനെയാണോ അത് 90 ഡേയ്സ് ആക്കി തന്നെ പോകും. 90 ഡേയ്സിൽ ചേഞ്ച് കൊണ്ടുവരികയും ചെയ്യും. ആദ്യം ഒരു കോൺഫിഡൻസ് ഉണ്ട്, എന്തായാലും എനിക്ക് 90 ഡേയ്സിൽ ചേഞ്ച് കൊണ്ടുവന്നേ പറ്റും. അത് ഞാൻ വരുത്തും. പോകുന്നതിന് മുമ്പായിട്ട് പ്രോഗ്രസ് ഉണ്ടോ എന്നേട്ടാ ഉണ്ട്. ഞാൻ ഒരു 105 ഒരു 103 കിലോ, ശരിക്കും 102 വരെ പോവേണ്ടായിരുന്നു. 102 102 വരെ പോവേണ്ടായിരുന്നു. ബട്ട് എന്ത് ചെയ്യാൻ, ഇടയ്ക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുത്തിയില്ലേ, അതൊക്കെ കൊണ്ടായിരിക്കണം 102 വന്ന് 103 വന്ന് നിൽക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടെ പോസിറ്റീവായിട്ടും എനർജറ്റിക് ആയിട്ടും ഇരിക്കുക എങ്ങനെയെന്ന് നോക്കാം. നമുക്കിപ്പോൾ കൺട്രോളിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ അടുത്ത് മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങാം. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് പ്രോഗ്രസ് കുറച്ചും കൂടെ കൂടുതൽ കാണുന്നുണ്ട്, വിസിബിൾ ചേഞ്ചസ് വന്നു തുടങ്ങി എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനെ ഉണ്ടാവട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.